ഈ ഇന്നലെ വെടിക്കെട്ട് നടന്നല്ലോ, ജനങ്ങളെയൊക്കെ കയറ്റി നിർത്തിയല്ലോ. അതീവ സുരക്ഷയോടുകൂടി നടത്തുന്നൊരു വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്. എല്ലാ ഉദ്യോഗസ്ഥരും വന്ന് മാറി മാറി പരിശോധിച്ചിട്ടാണ് നടത്തുന്നത്. അത്രയ്ക്കധികം സുരക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ കാലങ്ങളിൽ നടത്തുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അകത്തേക്ക് കയറി നിന്നാലൊന്നും പ്രശ്നമില്ല. ഇന്നലെ അവരെയൊക്കെ കയറ്റി നിർത്തി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വർഷവും വരും വർഷങ്ങളിൽ അതല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങൾക്കെതിരെയാണ് പ്രതികരിക്കുന്നത്. അല്ല, കമ്മീഷണർ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ ഇടപെട്ടിട്ടാണ് സ്ഥലം മാറ്റേണ്ടത്. തിരുവമ്പാടി ദേവസ്വമല്ല, എല്ലാവരും, എല്ലാ ജനങ്ങളും, മനസ്സിലായോ, എല്ലാ ജനങ്ങളും ആരാണോ, കമ്മീഷണറാണോ ആരാണോ പൂരത്തിനെതിരെ നിൽക്കുന്നത്, നിയമപരമായി നമുക്ക് അതിനെ നേരിടണം. ആരാണെങ്കിലും ഏതാ അല്ല, അത് എല്ലാ വർഷവും ഒരു കൂടായ്മയുടെ ഭാഗം തന്നെയാണത്. എല്ലാ വർഷവും തൃശ്ശൂർ പൂരം അടുക്കുമ്പോൾ മാത്രം ഇത്തരം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൂടായ്മയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ നടക്കുമോ? ഇത് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്, പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോ വർഷവും പൂരം നടക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളും അവസാന നിമിഷം ഞങ്ങൾക്ക് കോടതിയിൽ പോകണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണം. ഇത് ഞങ്ങൾക്ക് പലപ്പോഴും ഇത് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നതെന്ന തോന്നൽ ഞങ്ങൾക്ക് വന്നു തുടങ്ങി. അല്ല, ആ പെരുമാറ്റത്തിനെ വിലയിരുത്താന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തിക്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് മീറ്റിങ്ങുകളിൽ. അത് ഞങ്ങൾക്കുള്ള ഒരു വിഷമം ഞങ്ങൾ അപ്പം തന്നെ പ്രകടമാക്കി കേസ് എടുക്കും എന്ന് വരെ പറഞ്ഞു. ഞാൻ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നില്ല. കേസ് വരെ എടുക്കും എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതൊന്നും ശരിയായ രീതിയല്ല. ഇതൊരു ജനകീയ കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം അവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം തരണം. പൂരം നടത്തുമ്പോൾ ഞങ്ങളാണ് പൂരം നടത്തുന്നത്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെ പൂരം നടത്തണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരിക എന്നല്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ ഇവരാരും ഇടപെടേണ്ട ആവശ്യമില്ല. മനസ്സിലായി, ഇടപെടാൻ സമ്മതിക്കൂല്ല ഞങ്ങൾ. ഇത് അവിടെ ഒരു തീരുമാനം എടുക്കും, അത് കഴിഞ്ഞാൽ ആ തീരുമാനങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടും. എന്നിട്ട് ലാത്തി ചാർജ്, ഞങ്ങളുടെ വാരക്കടി, വിളക്ക് പിടിക്കുന്ന വാരക്കടി, എക്സിബിഷൻ അടപ്പിക്കുക, പൂരപ്രദർശനം ആദ്യമായിട്ട് തന്നെയാണ്. മഠത്തിലെ വരവ് നിന്നതും ഈ ഒരു കാരണം കൊണ്ട് നിന്നത് ആദ്യമായിട്ടാണ്. പല കാരണങ്ങളും കൊണ്ടും മഴയും കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടുണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ്. അപ്പോഴേ അത് ആദ്യത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നു, പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് ഇനിയുള്ള യോഗങ്ങളിൽ, അതായത് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളോ ഉണ്ടാവില്ല, നമ്മൾ തന്നെയാണ് എല്ലാവരും സഹകരിച്ച് നടത്തേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ കുറേയൊക്കെ നമ്മൾ സഹിക്കുകയാണ്. ഇത് ഇനി സഹിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇത് ആരും ഇല്ലാതെ റോഡിൽ കുറച്ച് പോലീസുകാരും ഇതും മാത്രമായിട്ട് ഞങ്ങളെന്തിനു പൂരം നടത്തണം? അതിപ്പോ പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ട്, അത് പ്രകാരം അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ല, അതിനെ മറികടക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ അഭിഭാഷകൻ ഇത്തരം കാര്യങ്ങൾ, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കോടതിയുടെ മുമ്പാകെ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയിട്ട് അത് ഉടനെ തീരുമാനം ഉണ്ടാവുക കാര്യത്തിൽ. അത് മുഖ്യമന്ത്രി ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിനൊരു തീരുമാനം ഞങ്ങൾ എടുക്കും.